മടി പിടിച്ച ദിവസം തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓണിയൻ റൈസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലായാലും നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. തീർച്ചയായിട്ടും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സോ ഗൈസ്, നമുക്ക് ഈ ഒരു ഓണിയൻ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഓണിയൻ റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. ആ ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പീനട്ട്സ് കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വകയെല്ലാം നമുക്ക് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതിന് പിന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കടലയും പരിപ്പും എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളക്, എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർത്തോളൂ കേട്ടോ. ഞാൻ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 3 ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വത്തൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വത്തൽമുളക് ഇതുപോലെ ഞുറുക്കി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസുള്ള സവോള കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇതുപോലെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴട്ടി കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് പിഴുങ്ങി ഇതുപോലെ ചേർത്ത് ആ ഒരു പുളിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴട്ടി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ വൈറ്റ് റൈസാണ് ചേർത്ത് കൊടുത്ത്, ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 3 കപ്പ് റൈസാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. വേവിച്ച് വെച്ച റൈസാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ഓണിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് സർവ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പപ്പടവും ചള്ളാസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ചള്ളാസും പപ്പടവും ഇതിൻ്റെ ഒപ്പം. അച്ചാറുണ്ടെങ്കിലും അടിപൊളി സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഓണിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സ് ആയിട്ട് അല്ലെങ്കിൽ ട്രാവലിംഗ് ടൈമിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു അടിപൊളി റൈസാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓണിയൻ റൈസ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് bye bye.